നമ്മുടെ കൂടെയുള്ളവർ പലപ്പോഴും നമുക്ക് സംഭവിച്ച ഒരു നഷ്ടത്തിൽ ദുഃഖത്തോടെ പങ്കെടുത്തു എന്ന് വരാം. എന്നാൽ നമ്മുടെ എല്ലാം എന്ന് നാം പറയുന്ന പലരും നമുക്ക് അവരെക്കാൾ ഉപരി ലഭിക്കുന്ന നന്മകളിൽ ഒരുപക്ഷെ അതിൽ സന്തോഷിക്കുവാൻ അവർക്ക് കഴിഞ്ഞുകൊള്ളണം എന്ന് വരികയില്ല. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് നാം സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്നതാണ്. ആത്മീക കാര്യങ്ങളിലും ശാരീരിക കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും സുഖമായും ശുഭമായും നാം ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് ജീവിക്കുവാനുള്ള ചുറ്റുപാടുകളെല്ലാം ഉണ്ടെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ദുഃഖവും വിഷമവും തളം കെട്ടി നിൽക്കുമ്പോൾ ഒരിക്കലും നാം സുഖമായിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ജീവിതയാത്രയിൽ കടന്നുവരുന്ന വിഷയങ്ങളെ പലപ്പോഴും നമുക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് നമ്മെ സഹായിപ്പാനാണ് പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥനെ ദൈവം നമുക്കായി അയച്ചത്. ഇന്ന് ദൈവാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ദൈവാത്മാവിന്റെ ശബ്ദം കേട്ട് നാം മുന്നേറുവാൻ ശ്രമിക്കുമ്പോൾ, ഇന്ന് നമ്മുടെ മുമ്പാകെ കടന്നു വരുന്ന നാം വലുത് എന്ന് വിചാരിക്കുന്ന പല വിഷയങ്ങളിലും ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. മെഡിക്കൽ സയൻസ് ഇംപോസിബിൾ എന്ന് പറഞ്ഞ പല വിഷയങ്ങളും ദൈവത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ, ദൈവം അതിന്റെ മേൽ പ്രവർത്തിക്കുമ്പോൾ, സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം ആ രോഗാവസ്ഥയെ തൊട്ട് സൗഖ്യമാക്കുമ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇന്നും ജീവിച്ച് പ്രവർത്തിക്കുന്ന ഒരു യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു വരുന്ന വിഷയങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതല്ല നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത്. നിങ്ങൾ ഈ ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവം പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവം പറഞ്ഞ ദൈവവചനത്തിന്റെ നിവർത്തീകരണം പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അതെ, അസാധ്യമെന്ന് സകലരും പറഞ്ഞ ഇടത്തു നിന്ന് തന്നെ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിത മേഖലകൾ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. മെഡിക്കൽ സയൻസ് അവരെ കൊണ്ട് പറ്റുകയല്ലെന്നല്ലേ പറഞ്ഞേ, പക്ഷേ ദൈവത്തെ കൊണ്ട് പറ്റുകയല്ലെന്ന് ദൈവം പറയാത്തിടത്തോളം കാലം നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത്. എല്ലാത്തതിനും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവൻ, സകലത്തെയും ഒറ്റ വാക്കിൽ ഉളവാക്കിയവൻ, അവന്റെ അടിപ്പിണരാൽ രോഗസൗഖ്യമെന്ന് പറഞ്ഞ ദൈവശബ്ദത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ രോഗക്കിടക്ക മാറ്റിവിരിക്കുവാൻ ഈ ദൈവം ശക്തനാണ്. അകാരണമായി ശത്രുവായവൻ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെ ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുവാൻ കഴിയണം. സാഹചര്യങ്ങളല്ല എന്റെ ഭാവി തീരുമാനിക്കുന്നത് എന്ന് നിങ്ങളുടെ വാഗൊണ്ട് തന്നെ നിങ്ങൾ പറയുവാൻ തുടങ്ങണം. പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എങ്കിലും ശത്രുവായവൻ കൊണ്ടുവന്നിടുന്ന ചിന്തകളെ നാം താലോലിക്കുമ്പോൾ നമ്മുടെ മനസ്സമാധാനം നാം തന്നെയാണ് കളയുന്നത്. ഇന്ന് ദൈവിക വാഗ്ദത്തങ്ങൾക്ക് എതിരെ വരുന്ന എല്ലാ ശബ്ദങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുവാൻ തയ്യാറാകണം. ഇല്ല, അത് എന്റെ ജീവിതത്തിൽ നടക്കുകയില്ലെന്ന് പറയുവാൻ കഴിയണം. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തിരിച്ചറിഞ്ഞ് നാം ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും. നാം ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. സകല ശൂന്യതകളെയും നികത്തുവാൻ ഈ ദൈവം മതിയായവനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തനങ്ങൾ 22:26 വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. എളിയവർ തിന്ന് തൃപ്തരാകും, യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ. യഥാർത്ഥത്തിൽ ഇതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ശത്രുവായവൻ കൊണ്ടുവന്നിട്ട പലവിധ ചിന്തകളാൽ കലുഷിതമാണ് എങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ശബ്ദം വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അനർത്ഥമായതൊന്നും നിങ്ങൾക്ക് ഭവിക്കുകയില്ല. ഹല്ലേലൂയ. ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണും. നിങ്ങളുടെ കുടുംബത്തിൽ അത് വെളിപ്പെടും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. എല്ലാം തീർന്നു എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് തന്നെ നിങ്ങൾ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ പോകുകയാണ്. ഹൃദയത്തിൽ ഭാരം ചുമന്നുള്ള ഒരു ജീവിത യാത്ര വളരെ ദുഷ്കരമായതുകൊണ്ട് തന്നെ സകല ഭാരവും പിൻപറ്റുന്ന പാപങ്ങളും യേശുവിന്റെ അടുക്കൽ ഇറക്കി വെച്ച് നാം ഒന്ന് ഫ്രീ ആകണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. ഗായോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് യോഹന്നാൻ പറയുന്ന വാക്കുകളായത്: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീക ജീവിതത്തിൽ ഗായോസ് അകമേ ശുഭമായിരുന്നു. എന്നാൽ മറ്റു ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ താൻ കഷ്ടമനുഭവിച്ചതായും അത് ആരോഗ്യത്തെ ബാധിച്ചതുമായും നമുക്ക് കാണുവാൻ കഴിയും. ഗായോസിനു വേണ്ടി യോഹന്നാൻ അപ്രകാരം പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ നാമും സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് നാം മറന്നു പോകരുത്. 20-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിലുള്ള ആശ്രയം, ദൈവിക പരിപാലനം നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 20-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയും: നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി
വ്യക്തികളുടെ ഹൃദയത്തിലെ ആഗ്രഹം പോലും കാണുന്നൊരു ദൈവമുണ്ട്, അതിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിത മേഖലകളിലും നിങ്ങൾ തീർച്ചയായും കാണുക തന്നെ ചെയ്യും. പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിത മേഖലകളിൽ കടന്നു വരുന്ന എല്ലാ വിഷയങ്ങളും ദൈവമോ ശത്രുവായവനോ കൊണ്ടുവരുന്നതല്ല, മറിച്ച് പലതും നമ്മുടെ പ്രവൃത്തികളുടെ ഫലം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നയിക്കപ്പെടുമ്പോൾ ശത്രു കൊണ്ടുവന്നിടുന്ന കെണികളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതുപോലെ തന്നെ ശത്രുവിന്റെ സകല കെണികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും അതിന്റെ മേലൊരു വിജയം കൊണ്ടാടുവാനും നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇതൊരു ദൈവിക ഇടപെടലാണോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നാം ദൈവത്തിൽ നിന്ന് അകന്നകന്ന് ഒരു വലിയ നാശത്തിലേക്ക് പോകുന്നതിന് മുമ്പേ പല സമയങ്ങളിലും പല കാര്യങ്ങളിലൂടെയും ദൈവം നമ്മെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കും. അതൊരിക്കലും നമ്മെ നശിപ്പിക്കാനല്ല, അതൊരിക്കലും നമ്മെ മുടിക്കുവാനല്ല, മറിച്ച് നിത്യനായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന്, കരുതൽ നിന്ന് നാം അകന്നുപോയി എന്നേക്കും നാശത്തിലേക്ക് പോകാതിരിക്കേണ്ടതിനുള്ള ദൈവിക കരുതലാണ് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ജീവിതയാത്രയിൽ ദൈവശബ്ദം കേട്ട് മുന്നേറുമ്പോൾ മാത്രമേ ശത്രുവിന്റെ കണികളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ചെറു സന്ദേശത്തിലൂടെ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ആരൊക്കെ നിങ്ങൾക്കെതിരെ നിന്നാലും, ആരൊക്കെ നിങ്ങൾ നശിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചാലും, ദൈവം നിങ്ങളോട് കൂടെയുള്ളിടത്തോളം കാലം അവരുടെ പദ്ധതികളൊന്നും നടക്കുകയില്ല. മാത്രമല്ല, നിങ്ങൾ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുവാനുള്ള ദൈവിക പ്രൊവിഷൻസ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണും, നിങ്ങൾ അത് അനുഭവിക്കും. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിത മേഖലകളിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരുന്നു. ദുഷ്ടന്റെ സകല കെണികളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് ദൈവിക നന്മകളിലേക്ക് ഇവരെ കരം പിടിച്ചു വഴി നടത്തുന്ന ദൈവ സാന്നിധ്യം ഇന്നു മുതൽ ഇവർ അനുഭവിക്കട്ടെ. ഇവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. സകല മാനമഹത്വം അങ്ങേക്ക്, സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവത്തിലെ തീർച്ചയായും നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. സാഹചര്യങ്ങളോ സാധ്യതകളോ അല്ല നിങ്ങളുടെ നാളെയെ തീരുമാനിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ പുതിയത് ചിലത് ദൈവം നിങ്ങൾക്കായി ചെയ്യുവാൻ പോകുകയാണ്. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.